ഹലോ ചങ്ങായിമാരെ, അമീറാണ്. ഞാനിപ്പോൾ ഉള്ളത് UP-യിൽ ഹരിദ്വാർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. UK-യിൽ പെട്ട സ്ഥലമാണ് ഹരിദ്വാർ. ഈ ഹരിദ്വാറിൽ നിന്നും നമ്മളൊരു സ്ഥിരം വീഡിയോ കാണുന്ന കസ്റ്റമർക്ക് ഒരു ക്രിസ്റ്റ് എടുത്തിട്ട് ആ ക്രിസ്റ്റയുടെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ചങ്ങായിമാരെ, എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വണ്ടിയാണ് 2018 രജിസ്ട്രേഷനുള്ള 2.8Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വണ്ടിയാണ് എൻ്റെ വീഡിയോ സ്ഥിരം ദുബായിൽ ഇരുന്ന് കാണുന്ന എൻ്റെ സുഹൃത്ത് മീൻസ് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തിന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്റ്റ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ മാത്രം കണ്ടിട്ട് ഇത്ര വലിയൊരു എമൗണ്ടിൻ്റെ ഒരു വണ്ടി നമ്മൾ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ UP-യിൽ നല്ല കൊടും ചൂടാണ് UP-യിലുള്ളത്. ഈ UP-യിൽ നടന്നുകൊണ്ട് വണ്ടി തിരഞ്ഞെടുത്തതാണ്. ഒരു റീപ്ലേസ്മെൻറ്റ് പോലും ഇല്ലാത്ത ഈ അടിച്ചാമ്പൊളി വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വണ്ടിക്ക് കാര്യമായിട്ട് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, കാര്യമായിട്ട് നല്ല ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. അത്യാവശ്യം ക്ലീനാണ്. നമ്മളിതിൻ്റെ പുറം മാത്രമേ കഴുകിയിട്ടുള്ളൂ. ഉള്ളിൽ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം വൃത്തിയാക്കിയിട്ടില്ല. ഇത് ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് വൃത്തിയാക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമ്മൾ സീറ്റ് വർക്കൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യും. ടോപ്പൊക്കെ കണ്ട നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത്. ജെന്യൂനായിട്ട് 1.5 റേഞ്ചിലാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റിലൊക്കെ നമ്മൾ നോക്കിയതാണ്. ഡോറും കാര്യങ്ങളൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി, UP-യിൽ യാത്രകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇന്നിപ്പോൾ ഞാൻ ഹരിദ്വാർ പോയി അങ്ങനെ കാളിയാർ എന്ന് പറഞ്ഞിട്ടൊരു മക്കാമുണ്ടായിരുന്ന ഒരു ദർഗ, അവിടെയൊക്കെ പോയിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഇതാണ് വണ്ടിയുടെ ഓൾമോസ്റ്റ് ഉള്ള ഭാഗങ്ങൾ. കണ്ടോ, ഈ ചെറിയ സ്ക്രാച്ചുകളുണ്ട് ബമ്പറിൻ്റെ സൈഡ്. അത് ഞാൻ കസ്റ്റമറോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിക്കിയുടെ അവിടെ ഒരു ചെറിയൊരു ഞെളുക്കുണ്ട്. ഇതൊക്കെ കസ്റ്റമറോട് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ എഞ്ചിൻ റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എഞ്ചിൻ റൂം നമ്മൾ വാഷ് ചെയ്തിട്ടില്ല, ഇല്ല, നല്ല അടിച്ചാപ്പൊളി എഞ്ചിൻ റൂമാണ്. പട്ടിയൊക്കെ ഇതൊക്കെ നല്ല ഒറിജിനലാണ്. എല്ലാതും ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണിൻ്റെ ഭാഗത്തേക്ക് വെക്കാലും അപ്രോണും അടിപൊളിയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ അടിച്ചാപ്പൊളി വണ്ടിയാണ് നമ്മളെ ചങ്ങായിക്ക് കിട്ടിയുള്ളത്. ഇനി ഇതേപോലെ നല്ല അടിച്ചാപ്പൊളി ക്രിസ്റ്റ, ഫോർച്യൂണറൊക്കെ വേണ്ടവർ വിളിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ ഓടി നടന്നിട്ട് നമ്മൾ വണ്ടികൾ എടുക്കുന്നത്. അപ്പോൾ ആ ജെന്യൂനുള്ളവർ മാത്രം വിളിക്കുക, വിശ്വാസമുള്ളവർ മാത്രം, അല്ലാത്തവർ വിളിക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ, സീ യു. ഈ 2018 വണ്ടി നമ്മൾ പറഞ്ഞില്ലേ, വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന സുഹൃത്തിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. പക്ഷേ ഇതേപോലെ തന്നെ ഞാൻ UP-യിലേക്ക് വന്നിട്ട് ഒരാഴ്ച ഞാനൊരു ഇന്നോവ എടുത്തിട്ടുണ്ട്, ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്, വണ്ടി വേണം, ഇന്നോവ ഫോർച്യൂണർ. മെയിനായിട്ട് ചെയ്യുന്നത് ഇന്നോവയും ഫോർച്യൂണർ വ്യത്യാസമാണ്. അങ്ങനെ 1-2 കസ്റ്റമർ ഇതേപോലെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് ഒരു 4 ദിവസം ഞാൻ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് നടന്നു. അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. കാരണം നമ്മൾ ബ്രോക്കർമാരായിട്ട് ഓരോ വീട്ടുകളിലും ഓരോ സ്ഥലത്തും പോയിട്ട് നടക്കുമ്പോൾ കുറേ ദൂരം പോയിട്ടാണ് വണ്ടികൾ എടുക്കുന്നത്. ഈ എക്സ്പെൻസൊക്കെ കൊടുത്ത് പിന്നെ അതിലുപരി നമ്മൾ ടൊയോട്ട കമ്പനി ഹിസ്റ്ററി എടുത്ത് എല്ലാം ചെയ്തിട്ട് നമ്മൾ എല്ലാം കൊണ്ടും ആയി നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മളെ കസ്റ്റമർ, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഈ സംഭവം ഇവിടെ വെച്ച് നിർത്തി, ഞാൻ പിന്നെ ആലോചിച്ചിട്ട് എടുക്കാൻ മേൽപ്പായെന്ന് പറയും. അപ്പോൾ അത് കൊണ്ടതും പൈസ ചിലവാതൊക്കെ വെറുതെ. അങ്ങനെ ജെന്യൂൻ അല്ലാത്ത കസ്റ്റമർ ദയവ് ചെയ്തിട്ട് നമ്മളെ ബന്ധപ്പെടാണ്ടിരിക്കുക. ജെന്യൂനായിട്ട് നല്ല വിശ്വസ്തയോട് കൂടിയിട്ട് നല്ല വണ്ടി ഓടിച്ചു നോക്കി ക്ലിയർ ആണെന്ന് തോന്നി കമ്പനി ഹിസ്റ്ററി എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ വണ്ടി എടുക്കാറുള്ളൂ, അല്ലാത്ത വണ്ടികൾ ഞാൻ എടുക്കാറില്ല. അപ്പോൾ നല്ല വണ്ടികളും നല്ല വിലക്കും UP-യിൽ നിന്നും UK-യിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ നല്ല വണ്ടി ഒരാഴ്ച കൂടി ഞാൻ UP-യിൽ ഉണ്ടാവും. അപ്പോൾ ബന്ധപ്പെടുന്നവർക്ക് നല്ല അടിച്ചാപ്പൊളി വണ്ടി ഞാൻ കൊടുന്നു വരും. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഇതേപോലത്തെ നല്ല വണ്ടികൾ ഞാൻ കൊടുന്നു വരും. അപ്പോൾ ദയവ് ചെയ്തിട്ട് തമാശക്കാണെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.